ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ കർഷകർ. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസത്തെ ഗഡുതുകയാണ് ഇനി ലഭിക്കാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 3-ാം മാസമായ ഫെബ്രുവരിയിൽ തന്നെ തുക ലഭിച്ചിരുന്നു. ഈ വർഷവും ഫെബ്രുവരിയിൽ തന്നെ ആനുകൂല്യ വിതരണം ഉണ്ടാവുമെന്ന സൂചന എത്തിയിരുന്നെങ്കിലും തുക വിതരണം മാർച്ച് മാസത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തുക വിതരണ തീയതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ സാങ്കേതിക നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. വിതരണ തീയതി മാത്രം പ്രഖ്യാപിച്ചാൽ മതി. ഗുണഭോക്തൃ പട്ടിക പുതുക്കൽ ഉൾപ്പെടെ കഴിഞ്ഞ ജനുവരി 27 പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ PM കിസാൻ്റെ വെബ്സൈറ്റിൽ 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ ഓപ്ഷൻ ലഭ്യമാണ്. അർഹരായ എല്ലാ ഗുണഭോക്താക്കളുടെയും പുതിയ ലിസ്റ്റ് സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകർക്ക് PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും 2000 രൂപയുടെ ഈ ആനുകൂല്യം ഇനി മുതൽ ലഭിക്കുക. പുതിയ ഗുണഭോക്തൃ ലിസ്റ്റിൽ പേര് പരിശോധിക്കാനായി pmkisan.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതിൽ നമ്മുടെ സംസ്ഥാനം അതോടൊപ്പം ജില്ല, ബ്ലോക്ക്, അതുപോലെ വില്ലേജ് ഉൾപ്പെടെ ശരിയായി സെലക്ട് ചെയ്താൽ ആ വില്ലേജിലെ PM കിസാൻ അർഹരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും പേര് കാണാൻ സാധിക്കുന്നതായിരിക്കും. പേര് കാണിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആയിരിക്കും. ഇതിൽ നിന്നും നിങ്ങളുടെ പേര് തിരഞ്ഞു പിടിച്ച് സ്റ്റാറ്റസ് ഉറപ്പുവരുത്താൻ സാധിക്കും. അതോടൊപ്പം പദ്ധതിയുടെ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഭൂമിയുടെ വിവരങ്ങൾ പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് ലാൻഡ് സീഡിംഗ് ചെയ്യേണ്ടതാണ്. ഇവയൊന്നും കൃത്യമല്ലാത്തവർക്ക് തുക മുടങ്ങാൻ സാധ്യതയുണ്ട്. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT മുഖേന പണം കൈമാറുന്ന രീതി ആയതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്യേണ്ടതും നിർബന്ധമാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.